ഭിന്നശേഷിക്കാർക്ക് പ്രതീക്ഷയേകി കാസർഗോഡ് പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ഹോർട്ടിക്കൾച്ചർ തെറാപ്പി സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. വെള്ളായണി കാർഷിക കോളേജിന്റെ എക്സ്റ്റൻഷൻ യൂണിറ്റായാണ് കേന്ദ്രം പ്രവർത്തിക്കുന്നത്. കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ വെല്ലുവിളികളെ മറികടക്കാൻ സഹായിക്കുന്നതാണ് ഹോർട്ടിക്കൾച്ചർ തെറാപ്പി. ചലനപരിമിതിയുള്ള കുട്ടികൾ മണ്ണിലിറങ്ങിയും ചെടികൾ പരിപാലിച്ചും നടത്തുന്ന പ്രവർത്തനങ്ങൾ അവരുടെ പേശിശക്തി വർദ്ധിപ്പിക്കാനും ആത്മവിശ്വാസം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. പയ്യന്നൂർ, കരിവെള്ളൂർ, തൃക്കരിപ്പൂർ, ചെറുവത്തൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നുള്ള കുട്ടികളാണ് പരിശീലനത്തിൽ പങ്കാളികളായത്. നമ്മളിപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ അവരോട് സൗണ്ട്സ് റെക്കഗ്നൈസ് ചെയ്യാൻ പറയുന്നുണ്ട്. നല്ലപോലെ അവർ കണ്ണടച്ചിരുന്ന് പ്രകൃതിയിൽ ഉണ്ടാവുന്ന എന്തൊക്കെ സൗണ്ടുകളാണ്, ഇപ്പോൾ കിളികളുടെ സൗണ്ട് ആവാം, കാറ്റടിക്കുന്ന സൗണ്ട് ആവാം, ഇതൊക്കെ റെക്കഗ്നൈസ് ചെയ്യാൻ പറയുമ്പോൾ അവർ ആദ്യം വരുമ്പോൾ കുട്ടികൾക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു, എന്ത് സൗണ്ട് എന്തിൻ്റെയാണെന്നുള്ളത്. കുട്ടികളത് സൂക്ഷ്മമായി നിരീക്ഷിക്കാനും അതിനെക്കുറിച്ച് കൂടുതൽ അത് എന്താണെന്ന് അവർ പറയാനും അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. മെഡിറ്റേഷൻ ഇരുത്തുമ്പോൾ സാധാരണ നമ്മൾ പറയുന്നത് ധ്യാനിക്കാനിരിക്കുക എന്നല്ല. അവരോടൊപ്പം നമ്മൾ പറയും, നിങ്ങളിപ്പോൾ ഒരു എവിടെയെങ്കിലും ഉത്സവം നടക്കുന്ന ഇടത്താണ്, അല്ലെങ്കിൽ നിങ്ങളൊരു ബസ്സിൽ പോവുകയാണ്, അപ്പോൾ നിങ്ങൾ കാണുന്ന കാഴ്ചകൾ എന്തൊക്കെയായിരിക്കും അത് അവരോട് ഓർത്തെടുത്ത് പറയാൻ വരും. സോ ദാറ്റ് അവരുടെ ഒരു ഇമാജിനേഷൻ വർദ്ധിക്കുകയാണ്. കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടി ഈസി ആക്കാൻ വേണ്ടി നമ്മളോടുള്ള റെസ്പോൺസ് കൂട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യിക്കാറുണ്ട്. 3 മാസത്തെ പരിശീലനത്തിൽ ആദ്യ ബാച്ച് ഇപ്പോൾ 2 മാസം പിന്നിട്ടിരിക്കുകയാണ്. പരിശീലനത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് സ്റ്റൈപ്പൻഡും നൽകുന്നുണ്ട്. വെള്ളായണി കാർഷിക കോളേജ് പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ ഡോക്ടർ GK ബേലയുടെ നിർദ്ദേശപ്രകാരം റിസർച്ച് അസിസ്റ്റന്റുമാരായ M അഞ്ജന, ആൻ തെരേസ എന്നിവരാണ് ഈ പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത്. ന്യൂസ് മലയാളം, കാസർഗോഡ്.